അങ്ങോട്ടാ? നീ ഇതെവിടെ പോവാ? അവൾ അങ്ങോട്ടാ പോയേ. മുത്തശ്ശി, ഇതുവഴി ഒന്ന് വളഞ്ഞു പിടിച്ചാലേ അവളുടെ മുമ്പിലെത്താം. ഇപ്പൊ കാണിച്ചു തരാം. മോളെ, എന്തെങ്കിലും പറ്റിയോ നിനക്ക്? മോളെ, കൈ നല്ല വേദന. മുത്തശ്ശി, എന്തെങ്കിലും പറ്റിയോ? കൈ, അയ്യോ മുത്തശ്ശി. നിന്നെ എവിടെ നോക്കിയാടി നീ വണ്ടി ഓടിക്കുന്നേ? എന്തെങ്കിലും പറ്റിയോ? ഇവള് ഈ വണ്ടിയുടെ മുമ്പിൽ കിടന്ന് അഭ്യാസം കാണിച്ചോണ്ടാ ഞങ്ങളുടെ വണ്ടിക്ക് കുഴപ്പമുണ്ടായത്. ഞാൻ എന്ത് കാണിച്ചോ? നിനക്ക് വല്ലതും പറ്റിയോടി? എന്റെ കൈക്ക് വല്ലാത്ത വേദന മുത്തശ്ശി. കൈ ഒടിഞ്ഞു തോന്നുന്നു. എന്റെ മോള് സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കുന്ന പെണ്ണാ. അവളുടെ കൈക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദേ നിന്നെ ഞാൻ അഴിയണ്ടിക്കും. ഈ അപകടം നീയായിട്ട് ഉണ്ടാക്കി വെച്ചതാ. അതുകൊണ്ട് ഇവളുടെ കൈക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ദേ അതിനുള്ള നഷ്ടപരിഹാരം നീ തരണം. ഞാനോ? വണ്ടി നന്നാക്കി തരണം. പിന്നെ ഞങ്ങളുടെ സിനിമ മുടങ്ങിയ അതിനുള്ള നഷ്ടവും തരണം. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് വണ്ടി ഓടിച്ചാ പിന്നെ ബാക്കിയുള്ളവരെന്ത് ചെയ്യാനാ? നിന്നോട് ഇങ്ങനെ പറഞ്ഞാ ശരിയാവില്ല. നിന്റെ വണ്ടി എവിടെ? ഈ പെണ്ണുപിള്ള എവിടെ പോണു? അപ്പോഴേ പെണ്ണുപിള്ളേ, നിങ്ങൾ കാല് താഴ്ത്തി മര്യാദക്കൊന്ന് നിന്നേ. ഈ പെങ്കൊച്ചിനോട് ആവശ്യമില്ലാതെ ഉടക്കാനം കാണാൻ പോയിട്ടുണ്ടെങ്കിലേ വിവരം അറിയാം. നിങ്ങൾ വന്ന സ്പീഡ് ഞങ്ങൾ കണ്ട്. ആ സ്പീഡിൽ വന്ന് ഇടിച്ചിട്ട് നിങ്ങൾ ഇപ്പോഴും ജീവനോട് നിൽക്കുന്നല്ലോ, അത് തന്നെ നിങ്ങളുടെ ഭാഗ്യം. മുത്തശ്ശി, കൈ വേദനിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല. എടി മോളെ, നമ്മുടെ ഷൂട്ടിംഗുകാരെ ആരെങ്കിലും വിളിച്ചിട്ട് വണ്ടി കൊണ്ടുവരാൻ പറ. എന്റെ പൊന്നുമോളെ, മോള് വെക്കും. ഇവരഹങ്കാരം കാണിക്കുന്നതിന് മോൾ എന്ത് തെറ്റ് ചെയ്തു? മുത്തശ്ശി, അവരാരെയും വിളിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് കൈ വേദനിച്ചിട്ട് വയ്യ. കൈ വിട്ടുപോകുന്ന പോലെ തോന്നുക. എടോ, ഇവിടെ എവിടെയെങ്കിലും ഒരു വണ്ടി കിട്ടുമോ എന്റെ മോളെ ആശുപത്രി കൊണ്ടുപോകാൻ? അതെ, ഇവിടെ വണ്ടിക്ക് സ്റ്റാൻഡ് ഒന്നുമില്ല. ഏതെങ്കിലും വണ്ടി ഇതുവഴി പോയാ പിടിച്ചു നിർത്താവുന്നുള്ള, അല്ലാതെ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. എപ്പോഴെങ്കിലും ഒരു വണ്ടി വരുമ്പോ കൊണ്ടുപോയാൽ മതിയെന്നേ. അഹങ്കാരം കാണിച്ചതല്ലേ, കുറച്ചൊന്ന് അനുഭവിക്കട്ടെ.